PK ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഞാൻ വീണ. നിങ്ങൾക്ക് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട SCRT ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. ഇപ്പോൾ നിലവിൽ PSC ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് മാറി വന്നിട്ടുള്ള 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ മാറി വന്നിട്ടുള്ള SCRT ഭാഗങ്ങൾ എങ്ങനെ പഠിക്കാം എന്നുള്ളത്. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനെ സംബന്ധിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും CBSE അതായത് NCERT ചാപ്റ്റേഴ്സും മാറിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ള ഒരു ആശങ്ക. പേടിക്കേണ്ട, ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പേടിയുടെയും ആവശ്യകത ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ, അത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്, SCRT 5 മുതൽ 10 വരെ ആണെങ്കിലും CBSE ക്ലാസ്സുകൾ 5 മുതൽ 10 വരെ ആണെങ്കിലും +1 +2 അതുവരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്നത് വേൾഡ് ജോഗ്രഫിയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ആദ്യം നമുക്ക് സിലബസ് നോക്കാം. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ആദ്യം തന്നെ ഉള്ളത്. രണ്ടാമത് ഭൂമിയുടെ ഘടന, മൂന്നാമത് അന്തരീക്ഷം, 4 പാറകൾ, 5 ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോളതാപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ട സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തുടക്കം ആദ്യം നമുക്ക് എന്താണ് ഭൂമിശാസ്ത്രം എന്നറിയണം, അല്ലെ എന്താണ് ജോഗ്രഫി എന്ന് പറയണം എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ജോഗ്രഫി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ജോഗ്രഫി എന്ന് പറയുന്നത് ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ജിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി. ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ജിയോ ഭൂമി, അതുപോലെ തന്നെ ഗ്രഫോസ് വിവരണം, ഗ്രഫോസ് എന്നതാണ് വിവരണം, എന്നിവയിൽ നിന്നാണ് ജോഗ്രഫി ഭൂമിശാസ്ത്രം എന്ന പദം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ 2 വാക്കിൽ നിന്നാണ്. അപ്പം ആരാണ് ഈ ഒരു പേര് കൊടുത്തത്? നമ്മൾ ആദ്യമേ പറഞ്ഞു, ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ജിയോ ഭൂമി, അതുപോലെ ഗ്രഫോസ് വിവരണം, അതെ ഭൂമിയുടെ വിവരണം എന്നാണ് നമുക്ക് ജോഗ്രഫിയെ പറയാൻ പറ്റുന്നത്. ഇതാരാണ് പേര് കൊടുത്തിട്ടുള്ളത്? അത് നമുക്കതിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഭൂമിശാസ്ത്രം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? ഭൂമിയുടെയും അതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ പർവ്വതങ്ങളുണ്ട്, നദികളുണ്ട്, അല്ലേ, കാലാവസ്ഥയുണ്ട്, മണ്ണുണ്ട്, കൂടാതെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള അതിലെ ജീവജാലങ്ങളുടെ ക്രമീകരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജിയോഗ്രഫി എന്ന വാക്കിൻ്റെ അർത്ഥവും അതുപോലെ എന്താണ് ഭൂമിശാസ്ത്രം എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു ആരാണ് ഈ വാക്ക് കൊടുത്തത് എന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കണം, അല്ലേ? അപ്പോൾ ആരാണ് ഈ വാക്ക് കൊടുത്തത്? ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കാറുണ്ട് ആരാണ് ഇതിൻ്റെ പിതാവ്. ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആരാണ് അതിൻ്റെ പിതാവ്, അല്ലെ? ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആരാണ് അതിൻ്റെ പിതാവ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമുക്ക് ജോഗ്രഫിയുടെ പിതാവ് എന്ന് പറയുന്നത് ഇറാസ്തോസ്തനീസ് ആണ്. ഇദ്ദേഹം തന്നെയാണ് ഭൂമിശാസ്ത്രം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ജോഗ്രഫി അല്ലെ ജിയോഗ്രഫി എന്ന് പറയുന്ന ഭൂമി വിവരണം എന്നുള്ള ഒരു പേര് ആദ്യമായി നൽകിയത്. +1 ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ആരാ ഭൂമിശാസ്ത്രത്തിന് പേര് നൽകിയത്? ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് ഇറാസ്തോസ്തനീസ് ആണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ഗ്രീക്ക് പണ്ഡിതനാണ്. ഇദ്ദേഹത്തിന് തന്നെയാണ് നമ്മുടെ ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവെന്നും ഭൂമിശാസ്ത്ര പദം ആദ്യമായി ഉപയോഗിച്ചതും എന്നറിയാം. ഇനി അടുത്തതാണ് ജിയോഡസി എന്ന് പറയുന്നത്. ജിയോഡസി അതായത് ഭൂഗണിതം, ഇതിൻ്റെ മലയാളമാണ് ഭൂഗണിതം. ഭൂഗണിതത്തിൻ്റെ പിതാവ് ആരാണ്? അപ്പോൾ എന്താണ് ജിയോഡസി എന്ന് പറയുന്നത്? ഇടക്കാലത്ത് അങ്ങനെ ഒരു PSC എക്സാമിന്, ഒരു കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് ചോദിച്ചത് കൊണ്ട് നമ്മൾ അന്ന് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ജിയോഡസി എന്ന് പറയുന്നത്. എർത്തിൻ്റെ ജോഗ്രഫിക് ഷേപ്പും ഓറിയൻറ്റേഷനും, അല്ലേ, ഒരു ഗ്രാവിറ്റിയും ഒക്കെ ടൈമിനനുസരിച്ചിട്ട്, സമയത്തിനനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ജിയോഡസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ പിതാവ്, ജിയോഡസിയുടെ പിതാവ് അതാരാണ്? അത് നമ്മുടെ ഈ ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള നമ്മുടെ ഇറാസ്തോസ്തനീസ് തന്നെയാണ്. പിന്നെ ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണ്ടെത്തി. പഴയ SCRT പോയിൻ്റാണിത്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് സൺറൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഒരു പഠനം നടത്തി. അതിൽ കണ്ടെത്തി, അന്നൊരു സ്റ്റേഡിയത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റേഡിയം എന്ന് പറയുന്നത് എന്തായിരുന്നു? അന്ന് നമ്മൾ ഡിസ്റ്റൻസ് അളക്കുന്ന ഒരു യൂണിറ്റ് എന്നുള്ള ലെവലിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതും ഈ ഇറാസ്തോസ്തനീസ് തന്നെയാണ്. ഇത് പുതിയ SCRT പോയിന്റ് അല്ല, പഴയ ഒരു SCRT പോയിന്റ് ആണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണ്ടെത്തിയതും ആര് തന്നെയാണ്? ഇറാസ്തോസ്തനീസ് ആണ്. അപ്പോൾ ഇറാസ്തോസ്തനീസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് പോയിന്റ് ഉണ്ട്. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഇദ്ദേഹം, അല്ലേ? ഭൂമിശാസ്ത്രം എന്ന പദം, ജിയോ അല്ലെങ്കിൽ ഗ്രഫോസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇദ്ദേഹമാണ്. മൂന്നാമതായിട്ട് ജിയോഡസി, അല്ലേ,
ഭൂഗണിതത്തിൻ്റെ പിതാവ്, അതുപോലെ തന്നെ ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയതും ഇദ്ദേഹമാണ് എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതോടുകൂടി നമ്മുടെ എന്താണ് ഇറാസ്റ്റോസെനീസ് എന്നുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് എത്തും മുന്നേ നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അല്ലേ. ഭൂമിയിലേക്ക് എത്തും മുന്നേ നമുക്ക് എന്താണ് പ്രപഞ്ചം, യൂണിവേഴ്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആദ്യം എന്താണ് യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ ഗാലക്സി അല്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഉണ്ട്, ഗാലക്സിയിൽ നിന്ന് നമ്മുടെ സോളാർ സിസ്റ്റം, സൗരയൂഥം, ആ സൗരയൂഥത്തിൽ ആരൊക്കെയുണ്ട്, എത്ര പ്ലാനറ്റ്സ് ഉണ്ട്, അതിൽ നമ്മുടെ ഭൂമി, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഭൂമി, പിന്നെ ആ ഭൂമിയുടെ ബേസിക് ഫാക്ട്സ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ +2 അത് +1 രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്രത്യേകിച്ചും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബിഗ് ബാങ് തിയറി അല്ലെ. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഉള്ള 2 സിദ്ധാന്തങ്ങളിൽ ആദ്യം എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറിയാണ്. ബിഗ് ബാങ് തിയറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു വലിയ പൊട്ടിത്തെറിയിൽ നിന്നാണ് യൂണിവേഴ്സ് അല്ലെ നമ്മുടെ പ്രപഞ്ചം ഉത്ഭവിച്ചിട്ടു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രപഞ്ചം ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഇതിനെ പ്രപഞ്ച വികാസ സിദ്ധാന്തം, എക്സ്പാൻഡിങ് യൂണിവേഴ്സ് തിയറി എന്നും പറയും. അതായത് പ്രപഞ്ചം എന്താണ്, ഈ ഒരു പൊട്ടിത്തെറിയിൽ നിന്നും ഇങ്ങനെ സദാ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം കൂടി വികസിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം കൂടി വരുന്നത്. അപ്പോൾ അതായത് പ്രപഞ്ചം സദാ വികസിച്ചു കൊണ്ടിരിക്കുന്നു, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം തുടർച്ചയായി വർദ്ധിക്കുന്നു. ഇതാണ് ആര് പറഞ്ഞത്? ഈ ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള എഡ്വിൻ ഹബിൾ 1920 പറഞ്ഞത്. അപ്പോൾ ബിഗ് ബാങ് തിയറി എഡ്വിൻ ഹബിൾ 1920. പ്രപഞ്ചം ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഇതിനെ എന്തെന്ന് പറയും? എക്സ്പാൻഡിങ് യൂണിവേഴ്സ് തിയറി എന്ന് പറയും. അതായത് പ്രപഞ്ചം സദാ വികസിച്ചു കൊണ്ടിരിക്കുന്നു, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം തുടർച്ചയായി വർദ്ധിക്കുന്നു എന്നുള്ളത്. അടുത്തതാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി. അപ്പോൾ ഇതിന് ശേഷം, അതായത് ബിഗ് ബാങ് തിയറിക്ക് ശേഷം അതിന് ബദലായിട്ട് 1948 ഫ്രെഡ് ഹോയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആ വാക്കിൽ തന്നെയുണ്ട് അല്ലെ, സ്റ്റഡി സ്റ്റേറ്റ് തിയറി. ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്നും അതിങ്ങനെ സദാ വികസിച്ചു കൊണ്ടിരിക്കുന്നു, എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നുള്ളതാണ്. ഇപ്പം ഈ വാക്കിൽ, അതായത് എക്സ്പാൻഡിങ് യൂണിവേഴ്സിൽ നിന്നുള്ളതിൽ നിന്നും സ്റ്റഡി സ്റ്റേറ്റ് തിയറിയിൽ എത്തുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട്, സ്റ്റഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. അതായത് 1948 ഫ്രെഡ് ഹോയൽ എന്ത് പറഞ്ഞു? ഫ്രെഡ് ഹോയൽ മാത്രമല്ല, ആരൊക്കെയായിരുന്നു? ഹെർമൻ ബോണ്ടി, തോമസ് ഗോൾഡ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഒരു പ്രപഞ്ച മാതൃകയാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ കാലഘട്ടത്തിലും എന്താണ്, പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ളതല്ല. ഇതിൻ്റെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രപഞ്ചം ഇങ്ങനെ വികസിക്കുന്നില്ല, ഏറെക്കുറെ ഒരേ അവസ്ഥയിൽ അല്ലെ, സ്റ്റഡി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് എന്ന് ആ ഒരു സങ്കല്പമാണ് ഇതിൽ കണക്കാക്കുന്നത്. പക്ഷേ പിന്നെയുള്ള പഠനങ്ങൾ അല്ലെ, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, CMBR കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ പശ്ചാത്തലം, ആ ഒരു പഠനത്തിലൂടെ കണ്ടെത്തിയത് എന്താണ്? ഇത് ഇങ്ങനെയല്ല, നമുക്ക് പ്രപഞ്ചം ഒരു സ്റ്റഡി സ്റ്റേറ്റിലല്ല പോകുന്നത് എന്നുള്ളൊരു കണ്ടെത്തലിൽ എത്തി. അപ്പോൾ അതോടെ ഈ നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയൊക്കെയുള്ളൊരു സ്വീകാര്യത അങ്ങ് നഷ്ടമാവുകയും നമ്മുടെ എഡ്വിൻ ഹബിളിൻ്റെ ബിഗ് ബാങ് തിയറി പ്രധാനമായും അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ മനസ്സിലായി, യൂണിവേഴ്സിനെ സംബന്ധിച്ചുള്ള പ്രധാനമായിട്ടുള്ള 2 സിദ്ധാന്തങ്ങളാണ് ഏത്? ബിഗ് ബാങ് തിയറിയും അതുപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയും. ബിഗ് ബാങ് തിയറി ആരായിരുന്നു? എഡ്വിൻ ഹബിളും ഈ നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആണെങ്കിൽ ഫ്രെഡ് ഹോയലുമാണ്. അപ്പോൾ വർഷങ്ങളൊക്കെ നോക്കി വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നും നമ്മുടെ ഗാലക്സിയിലെത്തിയുമാണ്, നക്ഷത്ര സമൂഹത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾ ഇവിടെ എത്തി, ഗാലക്സിയിലെത്തി. ഈ ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വയം കത്തുന്ന ഭീമാകാരമായിട്ടുള്ള ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ശ്രദ്ധിക്കുക, സ്വയം കത്തുന്ന ഭീമാകാരമായിട്ടുള്ള ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ, സ്റ്റാർസ് എന്ന് പറയുന്നത്. അപ്പം ഈ നക്ഷത്രങ്ങൾ വലിയ അളവിലുള്ള താപവും പ്രകാശവും അല്ലെ ലൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് വിടുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള, അതായത് സ്വയം കത്തുന്ന ഭീമാകാരമായിട്ടുള്ള ഈ നക്ഷത്രഗോളങ്ങൾ, അതാണ് സ്റ്റാറുകൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ തന്നെ ഒരുപാട് സ്റ്റാറുകൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു നക്ഷത്രത്തിൻ്റെ സമൂഹം, നക്ഷത്രത്തെ കൂട്ടം, ആ വാക്കിൽ തന്നെയാണ് നക്ഷത്ര സമൂഹം. ഈ ഇത്രയും നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒരു കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ ഉൾപ്പെടുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഗാലക്സീസ് എന്ന് പറയാൻ പറ്റും. എന്താണ്? ഗാലക്സീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെ എത്തി?
യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ ഗാലക്സിയിലോട്ടെത്തി. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഗാലക്സിയിൽ നിന്ന് നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക്. നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അനേകം നമ്മളെപ്പോലുള്ള സോളാർ സിസ്റ്റമും ഉണ്ട്. അപ്പോൾ നമ്മൾ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ അല്ലെ സോളാർ സിസ്റ്റത്തിൽ, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലാണ് നമ്മുടെ സോളാർ സിസ്റ്റം ഉള്ളത്. ഗാലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്ര സമൂഹമാണ്. ഇനി സൗരയുധം, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെയും അതിനെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ്, ഗ്രഹശകലങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ഇതിനെല്ലാം നമുക്കിനി പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഉൽക്കകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉൽക്കകൾ തുടങ്ങിയ ആകാശവസ്തുക്കളുടെ സമുച്ചയമാണ് സൗരയുധം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സൗരയുധം, നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ സംബന്ധിച്ച് നമുക്കൊരു സൂര്യനുണ്ടല്ലേ, നമുക്കൊരു സൂര്യനുണ്ട്. പിന്നെ നമുക്ക് എത്ര ഗ്രഹങ്ങളാണ് ഉള്ളത്? 8 ഗ്രഹങ്ങളാണ് ഉള്ളത് അല്ലേ, 8 ഗ്രഹങ്ങളാണ്. അപ്പം നമുക്ക് നവഗ്രഹങ്ങളായിരുന്നു, 9 ഗ്രഹങ്ങളായിരുന്നു. അതിൽ നിന്നും ഒരാളെ ഗെറ്റ് ഔട്ട് അടിച്ചു അല്ലേ, 2006 ഗെറ്റ് ഔട്ട് അടിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അഷ്ടഗ്രഹങ്ങളിൽ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പോൾ സൂര്യനും 8 ഗ്രഹങ്ങളും, ഉപഗ്രഹങ്ങൾ, ദശലക്ഷക്കണക്കിന് ക്ഷുദ്രഗ്രഹങ്ങൾ, ആസ്റ്ററോയിഡ്സ്, അതുപോലെ തന്നെ ധൂമകേതുക്കൾ, കൊമറ്റ്സ്, പൊടിപടലങ്ങൾ, വാതകങ്ങൾ. അപ്പോൾ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ്, ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? സൂര്യനുണ്ട്, 8 ഗ്രഹങ്ങളുണ്ട്, ഇതിൻ്റെ എല്ലാം സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങളുണ്ട്, പിന്നെ ആസ്റ്ററോയിഡ്സ് ഉണ്ട് അല്ലെ, ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്, ധൂമകേതുക്കൾ, കൊമറ്റ്സ് ഉണ്ട്, പൊടിപടലങ്ങളുണ്ട്, വാതകങ്ങൾ. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ സൗരയുധം, നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടുള്ള തിയറീസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും, സൂര്യനാണ് നടുക്ക്, അതിനു ചുറ്റുമാണ് ഈ ഗ്രഹങ്ങൾ കറങ്ങുന്നത് എന്നൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. അതിനു മുന്നേ ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു, എന്താണ്? നമ്മുടെ ഭൂമിയാണ് നടുക്ക്, അതിനു ചുറ്റുമാണ് എല്ലാവരും കറങ്ങുന്നത് എന്നൊരു സിദ്ധാന്തവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആരാണ് പ്രപ്പോസ് ചെയ്തത് നമുക്ക് നോക്കാം അല്ലേ. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ജിയോ സെൻട്രിക് തിയറി, നമ്മുടെ ഭൂമി ആണ് സെൻറ്റർ അല്ലെ, നമ്മുടെ ഭൗമകേന്ദ്ര സിദ്ധാന്തം. ഭൗമമാണ്, അതായത് ഭൂമിയാണ് സെൻറ്ററിൽ, ബാക്കിയെല്ലാം ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നുള്ള ഒരു സിദ്ധാന്തമുണ്ട്. അതാണ് ആര് പ്രപ്പോസ് ചെയ്തത്? ടോളമി പ്രപ്പോസ് ചെയ്തത് അല്ലേ, ടോളമി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ സൗരയുധത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന ഭൗമകേന്ദ്ര സിദ്ധാന്തം, ജിയോ സെൻട്രിക് തിയറി, അത് പ്രപ്പോസ് ചെയ്തത് ടോളമിയാണ്. അപ്പോൾ ഭൂമിയാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ കേന്ദ്രവും, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ ഭ്രമണം ചെയ്യുന്നു എന്നൊരു സിദ്ധാന്തമാണിത്. മനസ്സിലായോ? ജിയോ സെൻട്രിക് തിയറി ആരാ പ്രപ്പോസ് ചെയ്തത്? ടോളമിയാണ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇതിന് ബദലായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഭൂമിയല്ല സെൻറ്റർ, ഭൂമിനെയല്ല ബാക്കി ഗ്രഹങ്ങളെല്ലാം കറങ്ങി വരുന്നത് എന്നുള്ളത് മനസ്സിലായത്. അതിനുശേഷം കോപ്പർനിക്കസ് ഒരു തിയറി കൊണ്ടുവന്നു, അതാണ് നമ്മുടെ ഹീലിയോ സെൻട്രിക് തിയറി, സൗരയുധ സിദ്ധാന്തം. സൗരയുധത്തിൻ്റെ കേന്ദ്രം എന്താണ്? സൂര്യകേന്ദ്ര സിദ്ധാന്തം. സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന സിദ്ധാന്തം, സൂര്യകേന്ദ്ര സിദ്ധാന്തം കൊണ്ടുവന്നു. അതായത് ഹീലിയോസെൻട്രിക് തിയറി കോപ്പർനിക്കസ് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നു? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി ക്ഷീരപഥം അഥവാ ആകാശഗംഗ അല്ലെ, ആകാശഗംഗ, മിൽക്കി വേ. നമ്മൾ ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? നമ്മൾ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം ഏതാണ്? അത് ആകാശഗംഗ, മിൽക്കി വേ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ എവിടെ? ഗാലക്സി, മിൽക്കി വേയിൽ നിന്ന് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെത്തി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനുണ്ട്, പല ഗ്രഹങ്ങളുണ്ട്, ഇതിനിടയിൽ നമ്മുടെ ആസ്ട്രോയിഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്കത് നോക്കാം. സൂര്യനെ കറങ്ങുന്ന പ്ലാനറ്റ്സ് എന്താണെന്ന് നോക്കാം, എന്താണ് ഗ്രഹങ്ങളെന്ന് നോക്കാം. ഭൂമിയിലേക്ക് എത്തും മുമ്പ് ഭൂമി ഒരു ഗ്രഹമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ബാക്കി എന്താണ് ആ ഗ്രഹം എന്നത് അർത്ഥമാക്കുന്നത്, പ്ലാനറ്റ് എന്നത് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങൾ. നമ്മൾ നേരത്തെ നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് എന്താണ്? സ്വയം കത്തുന്ന ആകാശഗോളങ്ങൾ, അതായത് സ്വയം കത്തുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ഗ്രഹങ്ങൾ സ്വയം കത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ രൂപം കൊണ്ടത് 4.6 4.6 ശതകോടി, അതായത് 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് സൗരയൂഥത്തിൽ, സോളാർ സിസ്റ്റത്തിൽ ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ് രൂപപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുപ്പിക്കാൻ കഴിയത്തില്ല.
കഴിയത്തില്ല. സ്റ്റാർസിന് പറ്റും, നമ്മൾ നേരത്തെ നോക്കിയല്ലേ, നക്ഷത്രങ്ങൾക്ക് പറ്റും. പക്ഷേ ഗ്രഹങ്ങൾക്ക് എന്താണ്, ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ്, സൂര്യന് ചുറ്റും ഇവർ കറങ്ങുന്നുണ്ട്, ഇവർക്കൊരു പാത വേണ്ടേ, ഒരു ഡെഫിനറ്റ് പാത ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് സൂര്യന് ചുറ്റും കറങ്ങാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഡെഫിനറ്റ്, ഇപ്പം നമ്മൾ ആറ്റം പഠിക്കുമ്പോൾ ഓർബിറ്റ് പഠിക്കും അല്ലെ, ഇലക്ട്രോണിന് കറങ്ങാനുള്ള ആ ഒരു പാത, അതുപോലെ തന്നെയാണ് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം, ഓർബിറ്റ്. എന്താണ് ഭ്രമണപഥം, ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കാവുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹം. അപ്പം ഗ്രഹങ്ങളുണ്ട്, സൂര്യന് ചുറ്റും ഈ ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നു. ഇനി ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്ന ഗോളങ്ങൾ, അതിനെയാണ് നമ്മുടെ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ, മൂൺസ് എന്ന് പറയും. അപ്പം നമ്മുടെ മൂൺ അല്ലെ, നമ്മുടെ സാറ്റലൈറ്റ് ആണ്, നമ്മുടെ എർത്തിൻ്റെ സാറ്റലൈറ്റ് ആണ്, എർത്തിൻ്റെ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്, ചന്ദ്രൻ, മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി, എന്താണ് പ്ലാനറ്റ്സ് എന്നുള്ളത് മനസ്സിലായി. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഗ്രഹങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കാം. നമുക്കറിയാം സൂര്യനുണ്ട്, സൂര്യൻ്റെ തൊട്ടടുത്തായിട്ട് ഓരോരോ ഗ്രഹങ്ങൾ ഇങ്ങനെ പോകുന്നു. നമ്മൾ എത്രാമതാണ് നിൽക്കുന്നത്, നമ്മൾ മൂന്നാമതാണ് നിൽക്കുന്നത് അല്ലേ. ഈ ഗ്രഹങ്ങളെ തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ +1 സെക്കൻഡ് ചാപ്റ്ററിൽ ഇതിനൊരു ഡിവിഷൻ ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് അന്തർഗ്രഹങ്ങൾ, ഇന്നർ, അതായത് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. ഈ അന്തർഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു ബേസിസിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് സൂര്യനും കെപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് ക്ഷുദ്രഗ്രഹ മേഖലകൾ, അതായത് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയും. ഈ കെപ്പർ ബെൽറ്റിനും സൂര്യനും ഇടയിലുള്ള ഗ്രഹങ്ങൾ നോക്കിക്കേ, ഈ പിക്ചറിൽ നോക്കിക്കേ, ഇത് സൂര്യനാണ്, ഇത് ആസ്ട്രോയിഡ് ബെൽറ്റാണ്, കെപ്പർ ബെൽറ്റാണ്. ഈ കെപ്പർ ബെൽറ്റിനും ഇടയിലുള്ള ഗ്രഹങ്ങൾ, ഇവരെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം പറ്റും, അന്തർഗ്രഹങ്ങൾ, ഇന്നർ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അവരകത്ത് നിൽക്കുകയാണ് അല്ലെ, അവർ ഏറ്റവും അടുത്ത് സൂര്യനോട് അടുത്ത് നിൽക്കുന്നവരാണ്, അകത്ത് നിൽക്കുന്നവർ, ഇന്നർ പ്ലാനറ്റ്സ്, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതായത് മെർക്കുറി, മലയാളത്തിൽ ഇതിനെന്താ പറയുക, ബുധൻ, മെർക്കുറി, ശുക്രൻ, വീനസ്, മാഴ്സ് അല്ലേ, ഭൂമി മൂന്നാമത്, പിന്നെ ചൊവ്വ, മാഴ്സ്, ഇവ ചേർന്നതാണ്. അതായത് ഈ 4 പേരാണ്, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഈ 4 പേരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്നർ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൂര്യനും കെപ്പർ ബെൽറ്റ്, അതായത് ആസ്ട്രോയിഡ് മേഖലയ്ക്കും ഇടയിൽ ഉള്ള ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള റോക്കി സബ്സ്റ്റൻസ്, അതായത് ശിലാലോഹ നിർമ്മിതമായിട്ടുള്ള സബ്സ്റ്റൻസ്, ഇത് ഇങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഹൈ ഡെൻസിറ്റി, ഉയർന്ന സാന്ദ്രതയായിരിക്കും ഇവയ്ക്കുള്ളത്. പിന്നെ ഇതിനെ നമ്മൾ എന്തെന്നും പറയും, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയും, അതായത് ഭൂസമാന ഗ്രഹങ്ങൾ എന്ന് പറയും. കണ്ടാൽ ഭൂമിയെ പോലെ തോന്നുന്ന ഗ്രഹങ്ങൾ, ഭൂമിയോട് സാമ്യമുള്ള ഗ്രഹങ്ങൾ, ഭൂസമാന ഗ്രഹങ്ങളെന്നും ഇതിനെ പറയും. നോക്കിക്കേ, സൂര്യനുണ്ട്, പിന്നെ എന്തുണ്ട്, ബുധൻ, മെർക്കുറി ഉണ്ട്, വീനസ് ഉണ്ട്, എർത്ത് ഉണ്ട്, മാഴ്സ് ഉണ്ട്. അപ്പോൾ ഇവയാണ് എന്തെന്ന് പറയുന്നത്, അന്തർഗ്രഹങ്ങൾ, ഇന്നർ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൻ്റെ മലയാളം എന്താണ്, ഭൂസമാന ഗ്രഹങ്ങൾ. മനസ്സിലായോ? അടുത്ത് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തൊരു ക്ലാസിഫിക്കേഷനാണ് ബാഹ്യഗ്രഹങ്ങൾ. ഇന്നർ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഔട്ടർ ഗ്രഹങ്ങൾ ഉണ്ടാവും, അതാണ് ബാഹ്യഗ്രഹങ്ങൾ, ഔട്ടർ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ വായുഭീമ ഗ്രഹങ്ങൾ, ഇവർക്ക് ഇഷ്ടം പോലെ ഗ്യാസസ് ഇവരിലുണ്ടാവും, അതുകൊണ്ടാണ് വായുഭീമ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ബാഹ്യഗ്രഹങ്ങൾ എന്ന് നോക്കാം. വ്യാഴം, ജൂപ്പിറ്റർ, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇത്രയാണ് ഈ നമുക്ക് മൊത്തത്തിൽ 8 പേരാ. അതിൽ 4 പേരെന്ന് പറയുന്നത് ഇന്നറും 4 പേരെന്ന് പറയുന്നത് ഔട്ടർ പ്ലാനറ്റ്സുമാണ്. മനസ്സിലായോ? വെളിയിലുള്ള പ്ലാനറ്റ്സുകൾ, അതായത് ഔട്ടർ പ്ലാനറ്റ്സുകൾ, ജോവിയൻ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്നത് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, അത്രയും പേരാണ് ഉള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ വായിൽ വന്നു പോകുന്നൊരു പേരാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൂട്ടോനെ വെളിയിലെടുത്ത് കളഞ്ഞിട്ടുണ്ട്. 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഒരു തീരുമാനം. അവർക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് ആയിരിക്കുന്നതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ആദ്യത്തെ 2 ക്രൈറ്റീരിയ പ്ലൂട്ടോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ മൂന്നാമത്തെ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് 2006 ഗെറ്റ് ഔട്ട് അടിച്ച് ഇപ്പോൾ നിലവിൽ ഒരു ഡോർഫ് പ്ലാനറ്റ് എന്ന് ആയിട്ട് മാറി. അപ്പോൾ ഇത് ഇഷ്ടമാതിരി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഏത് വർഷമാണ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹം എന്ന പദവി നഷ്ടമായത്? 2006. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഇനി ഈ ഔട്ടർ അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ
എന്താണ് കുറഞ്ഞ ഡെൻസിറ്റി. നമുക്കിപ്പോൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന് നല്ല ഡെൻസിറ്റി ഉണ്ട്, ഹയർ ഡെൻസിറ്റി പറഞ്ഞതെങ്കിൽ ഇതിനെന്താണ് ഓപ്പോസിറ്റാണ്, വലുതായിട്ടുള്ള കുറഞ്ഞ സാന്ദ്രത, ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള മുഖ്യമായിട്ടും ഹൈഡ്രജൻ ഹീലിയം ഗ്യാസസ് ആണ് ഇതിൻ്റെ അന്തരീക്ഷം. ഇഷ്ടമാതിരി ഗ്യാസസ് ഉണ്ട്. അപ്പോൾ മുഖ്യമായിട്ടും ഹൈഡ്രജൻ പ്ലസ് ഹീലിയം ഗ്യാസസ് ആണ് ഇവരുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത്. ഇതിനെ വായുഭീമഗ്രഹങ്ങൾ, ജോവിയൻ പ്ലാനറ്റ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്, ജോവിയൻ പ്ലാനറ്റ്സ്, ഇന്നർ പ്ലാനറ്റ്സ്, ഔട്ടർ പ്ലാനറ്റ്സ്, ഈ രണ്ട് വകഭേദങ്ങളാണ് ഇതിലുള്ളത്. പ്ലാനറ്റ്സിൻ്റെ വകഭേദങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി നമ്മുടെ കുറച്ച് SCRT പോയിന്റ്സിൽ വരുന്നത്, അതായത് 5ാം ക്ലാസ്സിൽ വരുന്ന ഒരു പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്, ഈ ബുധൻ എന്ന് പറയുന്നത് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന, നമുക്കറിയാം മെർക്കുറി അല്ലെ, ബുധനാണ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് ശുക്രൻ, അതായത് പ്രഭാത നക്ഷത്രം അല്ലെ പ്രദോഷ നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ്, അത് ശുക്രനാണ്, 2ാമത്തെ നക്ഷത്രമാണ്. ഭൂമി, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം അല്ലെ, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ചൊവ്വ എന്ന് പറയുന്നത് ചുവന്ന ഗ്രഹമാണ് അല്ലെ. വ്യാഴമാണ് നമുക്കറിയാം, ജൂപ്പിറ്ററാണ് ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത്. ശനിയാണെങ്കിലോ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള, ശനി എന്താണ്, സാറ്റേൺ, വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഏറ്റവും വലിയ വ്യാഴം 2ാം സ്ഥാനത്തുള്ളതാണ് ശനി എന്ന് പറയുന്നത്. യുറാനസ് ആണെങ്കിലോ ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. കാര്യം അറിയാലോ, സൂര്യൻ്റെ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്ന ആളാണ് യുറാനസ്. അപ്പോൾ സ്വാഭാവികമായി നല്ല തണുപ്പുള്ള ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുറാനസ് ആണ്. ഇനി നെപ്റ്റ്യൂൺ ആണെങ്കിലോ സൂര്യനിൽ നിന്നും ഏറ്റവും അകലം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കിക്കോളൂ. മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്, വീനസ് ആണ്. ജീവൻ നിലനിൽക്കുന്ന, അത് നമുക്ക് ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല അല്ലേ, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഇനി ശുക്രനും യുറാനസിനും ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഈ ഒരു ശുക്രനും യുറാനസും ഒഴികെയുള്ള ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണം എന്ന് പറയുന്നത്, ദിശ, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഇവരുടെ എന്തെന്ന് പറയുന്നത്, ഭ്രമണം എന്ന് പറയുന്നത്. എന്നാൽ ശുക്രൻ്റെ യുറാനസിൻ്റെ ഭ്രമണ ദിശ എന്ന് പറയുന്നത് തിരിച്ചാണ്, ഈസ്റ്റിൽ നിന്നും ഇവരെങ്ങോട്ടേക്കാണ്, വെസ്റ്റിലോട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഭൂമി നമുക്കറിയാം അല്ലേ, സൂര്യൻ ഉദിച്ച് നമുക്ക് വരുന്നത് ഏത് സൈഡിലാണ്, ഈസ്റ്റ് ആണല്ലേ, സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് നമ്മളെപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ ആ ഈസ്റ്റിലോട്ടാണ്. അപ്പോൾ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ട് കറങ്ങിയാണ് നമ്മുടെ ഗ്രഹം പോകുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമാണ് എന്തുള്ളത്, ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന 2 ഗ്രഹങ്ങൾ ശുക്രനും യുറാനസും. ഇതിന് എന്താണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടായിരിക്കും ഇവരുടെ ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്കുള്ളതാണ് ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത്. എന്താണ് ഒരു സിഡറൽ മന്ത് എന്ന് പറയുന്നത്, എന്താണ് ഒരു സിഡറൽ മന്ത്, നക്ഷത്രമാസം എന്ന് പറയുന്നത്. അതായത് ചന്ദ്രന്, നമ്മുടെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം, 27.3 ഡേയ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം അതിന് വേണ്ടി വരുന്നുണ്ട്. ഭൂമിനെ ഒരു തവണ വലം വയ്ക്കാൻ ചന്ദ്രൻ എടുക്കുന്ന സമയം, ദിവസം, അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു നക്ഷത്രമാസം, സിഡറൽ മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്പേസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. നമുക്ക് സുനിത വില്യംസിനെയൊക്കെ നമ്മൾ ഈയിടയിൽ കുറേ തവണ പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ സുനിത വില്യംസിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അല്ലെ, എന്ത് മനോഹരമായ ദൃശ്യം അല്ലെ, നമുക്കൊന്നും കാണാൻ പറ്റാത്ത ദൃശ്യം. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി എന്ന് പറഞ്ഞത് ആരായിരുന്നു, നമ്മുടെ സുനിത വില്യംസ് ആണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, ബഹിരാകാശം. എന്താണ് സ്പേസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷം, അതിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ പരിധിക്ക് അപ്പുറം, അതിനെയാണ് നമുക്ക് സ്പേസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആരാ പറഞ്ഞത്, സുനിത വില്യംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് കൊമറ്റ്സ് എന്ന് പറയുന്നത്, എന്താണ് വാൽനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്? സൗരയുധത്തിൽ അപൂർവമായി എത്തുന്ന ബഹിരാകാശ വസ്തുക്കളാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ എന്ന് പറയുന്നത്. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നിട്ടാണ് ഈ വാൽനക്ഷത്രങ്ങൾ, കൊമറ്റ്സ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് കൊമറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആസ്റ്ററോയിഡ്സ്? ആസ്റ്ററോയിഡ് ബെൽറ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, പ്ലാനറ്റ്സിൻ്റെ ഡിവിഷനിൽ
ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിവസം നോക്കുകയാണെങ്കിൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ബുധനാണ് വരേണ്ടതല്ലേ. ശരിക്കും ബുധൻ നമ്മുടെ മെർക്കുറി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ഷുദ്രഗ്രഹങ്ങൾ, ആസ്റ്ററോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡോർഫ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്, കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ക്ഷുദ്രഗ്രഹത്തിൻ്റെയും നമ്മുടെ കൊമറ്റ്സ് വാൽനക്ഷത്രത്തിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇനി എന്താണ് ഉൽക്കകൾ, മീറ്റിയോസ് എന്ന് പറയുന്നത്? അതായത് ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങൾ. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെയുള്ള ശിലാകഷ്ണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മീറ്റിയോസ്, ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങൾ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായാണ് ആകാശത്ത് കാണപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ എങ്ങനെയാണ്, അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ടാണ് കാണുന്നത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നുണ്ട്. വെറും സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കത്തിത്തീരുന്നുണ്ട്. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കൊള്ളിമീനുകൾ എന്നാണ് പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ ഈ ഒരു ക്ലാസ്സിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് NCERT എന്ന് പറയുമ്പോൾ നമുക്ക് SCERTക്കും സെയിം ടെക്സ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട, നമ്മുടെ SCERT ചാപ്റ്റർ തന്നെയാണ്. SCERTയും NCERTക്കും ഒരേപോലെ തന്നെയാണ്. +1 ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയുടെ ചാപ്റ്റർ 1 and 2 എന്ന് പറയുന്നത്. ഈ 2 ചാപ്റ്റേഴ്സിലാണ് നമ്മൾ റെഫറൻസ് എടുത്തിട്ടുള്ളത്. പിന്നെ SCERTയിലാണെങ്കിൽ ക്ലാസ് 5 10ാമത്തെ ചാപ്റ്റർ കേട്ടോ, 5ാം ക്ലാസ്സിൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇതിന് റെഫറൻസ് ആയിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുക. ഇതൊക്കെ തന്നെ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി ഉറപ്പുവരുത്തുക, പഠിക്കുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും അല്ലെ, അക്ഷാംശവും രേഖാംശവും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും അല്ലെ, ഇങ്ങനെ ദിനാങ്ക രേഖകൾ, ഇതെല്ലാം കൂടി കാണാം. അപ്പോൾ അതുവരേക്കും നമസ്കാരം.